പമ്പാ നദിയുടെ ഓളങ്ങളിൽ മഞ്ഞുതുള്ളികൾ വീണലിയുന്ന വൃശ്ചികപ്പുലരികൾ, മണികണ്ഠന്റെ ശബരിമലയിൽ ശരണം വിളികൾ പ്രതിധ്വനിക്കുമ്പോൾ ആകാശത്തിനു പോലും സ്വർണ്ണ നിറമാകുന്ന ദിനം, ശബരിമല മണ്ഡലപൂജ. സുഹൃത്തുക്കളെ, തങ്കയങ്കിയും തിരുവാഭരണവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാമോ? ശബരീശന്റെ വിഗ്രഹത്തിലണിയുന്ന ഈ രണ്ട് വിശുദ്ധാഭരണങ്ങൾക്കും തമ്മിൽ ചരിത്രപരമായും വൈകാരികമായും വലിയ വ്യത്യാസമുണ്ട്. അയ്യപ്പസ്വാമിയുടെ വിഗ്രഹത്തിൽ സൂര്യ തേജസ്സോടെ തിളങ്ങുന്ന തങ്കയങ്കി വെറും സ്വർണ്ണാഭരണങ്ങളല്ല, കണ്ണീരും പ്രാർത്ഥനയും സ്നേഹവും ഭക്തിയും ഇഴചേർന്ന സമർപ്പണത്തിന്റെ ഓർമ്മകളാണ്. വർഷം 1973. തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് കാനനവാസനായ മണികണ്ഠന്റെ ചൈതന്യത്തിലും ഭക്തിയിലും അലിഞ്ഞു ചേർന്ന് തന്റെ ഭക്തിക്ക് നിത്യമായൊരടയാളം ശബരിമലയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. മണികണ്ഠ വിഗ്രഹത്തിൽ ശിരസ്സു മുതൽ പാദം വരെ ആവരണം ചെയ്യുന്ന സാക്ഷാൽ പരബ്രഹ്മ തേജസ് നിറഞ്ഞൊരു കവചം. ആ ആഗ്രഹത്തിൽ നിന്നാണ് ഏകദേശം 450 പവനോളം വരുന്ന തങ്കത്തിൽ തീർത്ത തങ്കയങ്കി രൂപപ്പെടുന്നത്. നാട്ടിലെ ഏറ്റവും മികച്ച സ്വർണ്ണപ്പണിക്കാർ മാസങ്ങളോളം കഠിനമായ വ്രതശുദ്ധിയോടെ പണിയെടുത്തു. ഓരോ തരി സ്വർണത്തിനും അവർ അയ്യപ്പ രൂപം കുത്തിയെടുത്തു. പൂർത്തിയായപ്പോൾ അങ്കിയിൽ തുടിച്ച ഓരോ തിളക്കത്തിലും ഭക്തരുടെ ശരണം വിളികൾ അലിഞ്ഞു ചേരും വിധം മനോഹരമായിരുന്നു. കാനനവാസനായ തന്റെ പ്രിയ മണികണ്ഠന് ഭക്തിയിൽ അലിഞ്ഞൊരു ദാസന്റെ സമ്മാന സമർപ്പണമായിരുന്നു അത്. വർഷം മുഴുവൻ പമ്പയുടെ തീരത്തുള്ള ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ സൂക്ഷിക്കുന്ന തങ്കയങ്കി മണ്ഡല പൂജയ്ക്ക് 3 ദിവസം മുമ്പ് പ്രത്യേകം അലങ്കരിച്ച വാഹനത്തിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും സുരക്ഷയോടെ ഘോഷയാത്രയായി സന്നിധാനത്തേക്ക് പുറപ്പെടുന്നു. ശരണ വഴികളിലെല്ലാം ദീപം തെളിയിച്ച് കാത്തു നിൽക്കുന്ന ഭക്തസഹസ്രങ്ങൾ. 3-ാം ദിവസം സന്നിധാനത്തെത്തുന്ന തങ്കയങ്കി 18-ാം പടിക്ക് മുന്നിൽ മേൽശാന്തിയും തന്ത്രിയും ചേർന്ന് പൂർണ്ണ കുംഭത്തോടെ സ്വീകരിച്ച് നടയടയ്ക്കുന്നു. മിനിറ്റുകൾക്ക് ശേഷം നട തുറക്കുമ്പോൾ ഹരിഹരസുധൻ അയ്യപ്പൻ തങ്കയങ്കി ചാർത്തി സർവാലങ്കാര വിഭൂഷിതനായി നിൽക്കുന്ന മനോഹരമായ കാഴ്ച വർണ്ണനാതീതമാണ്. കർപ്പൂര ദീപ വെളിച്ചത്തിൽ തങ്കയങ്കി തിളങ്ങുമ്പോൾ അയ്യപ്പന്റെ കണ്ണിലെ കരുണ സ്വർണ്ണപ്രഭയേക്കാൾ തിളക്കമുള്ളതായി മാറുന്നു. കണ്ടു നിൽക്കുന്ന 10,000-കണക്കിന് ഭക്തരുടെ ഉള്ളിൽ ഭക്തിയുടെ തീജാല തെളിയുന്നു. ആ ഒരു ദർശന പുണ്യത്തോടെ വൃശ്ചികം 1 മുതൽ തുടങ്ങുന്ന 41 ദിവസത്തെ വ്രതാനുഷ്ഠാന ആചാരങ്ങളുടെ മണ്ഡലകാലം അവസാനിക്കുകയാണ്. വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുമായി കല്ലും മലയും ചവിട്ടി തത്വമസി എന്ന സങ്കല്പത്തിൽ അലിയുന്നു ഭക്തർ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പന്തളം രാജാവായ രാജരാജശേഖരന് കാട്ടിൽ നിന്നും ഒരു കുഞ്ഞിനെ കിട്ടുമ്പോൾ അതൊരു നാടിന്റെ ചരിത്രമാകുമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. മണികണ്ഠൻ എന്ന് പേരിട്ട് വളർത്തിയ ആ ബാലൻ തന്റെ ജീവിത ലക്ഷ്യം പൂർത്തിയാക്കി മല കയറി. മകനെ രാജാവായി കാണാൻ ആഗ്രഹിച്ച മഹാരാജാവ് കഠിനമായ ദുഃഖം സഹിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞപ്പോൾ മണികണ്ഠൻ പിതാവിനൊരു വരം നൽകി. ഓരോ മകരസംക്രമത്തിലും താങ്കൾ നൽകുന്ന ആഭരണങ്ങൾ അണിഞ്ഞ് താങ്കൾക്കും ഭക്തർക്കും ഞാൻ ദർശനം നൽകാം. അന്ന് പന്തളം രാജാവ് തന്റെ പുത്രന് വേണ്ടി പണി കഴിപ്പിച്ച ആ പുണ്യാഭരണങ്ങളാണ് നമ്മൾ ഇന്നും ഭക്തിയോടെ വിളിക്കുന്ന തിരുവാഭരണം. പന്തളം രാജകുടുംബത്തിന്റെ സംരക്ഷണയിൽ വർഷം മുഴുവൻ പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തോട് ചേർന്നുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് തിരുവാഭരണം സൂക്ഷിക്കുന്നത്. മകരസംക്രമത്തിന് 3 ദിവസം മുമ്പ് ഒരു പിതാവിന്റെ വാത്സല്യത്തോടെ പന്തളം രാജപ്രതിനിധി തിരുവാഭരണങ്ങളുമായി പന്തളം കൊട്ടാരത്തിൽ നിന്ന് ഘോഷയാത്രയായി പുറപ്പെടുന്നു. പ്രത്യേക വ്രതമനുഷ്ഠിച്ച ഭക്തരാണ് തലച്ചുമടായി കാൽനടയായി തിരുവാഭരണങ്ങൾ ശബരിമലയിലെത്തിക്കുന്നത്. ഭഗവാന്റെ തിരുവാഭരണങ്ങൾക്ക് കാവലായി ഒരു ശ്രീകൃഷ്ണ പരന്ത് വട്ടമിട്ട് പറക്കുന്നത് ആഭരണങ്ങൾക്ക് കാവലായി വിഷ്ണു ഭഗവാൻ എത്തുന്നു എന്ന വിശ്വാസത്തെ ബലപ്പെടുത്തുന്നു. സന്നിധാനത്തെത്തുന്ന തിരുവാഭരണ പേടകം തന്ത്രിയും മേൽശാന്തിയും ചേർന്നേറ്റുവാങ്ങി നടയടയ്ക്കുന്നു. പിന്നീട് നട തുറക്കുമ്പോൾ ആ കാഴ്ച വർണ്ണനാതീതമാണ്. പന്തളം രാജാവിന്റെ ആ പഴയ മണികണ്ഠൻ കിരീടവും ആഭരണങ്ങളും അണിഞ്ഞ് കയ്യിൽ അമ്പും വില്ലുമേന്തി സാക്ഷാൽ ഈശ്വരനായി ഭക്തർക്കു മുന്നിൽ പ്രഭ ചൊരിഞ്ഞു നിൽക്കുന്നു. ആ സമയം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നു. ആ വിശ്വപ്രഭയിൽ ഭക്തർ കാണുന്നത് തങ്ങളുടെ സർവ്വ ദുഃഖങ്ങളും ശമിപ്പിക്കുന്ന കലിയുഗ വരദനെയാണ്. പന്തളം രാജാവ് തന്റെ വളർത്തുമകനായ മണികണ്ഠനെ രാജാവായി കാണാൻ ആഗ്രഹിച്ച പഴയ നിമിഷത്തിന്റെ പുനരാവിഷ്കാരമാണ് തിരുവാഭരണ ചാർത്ത്. സുഹൃത്തുക്കളെ, തങ്കയങ്കി മണ്ഡലകാലത്തെ രാജകീയമായ സമർപ്പണമാണെങ്കിൽ തിരുവാഭരണം എന്നത് കുടുംബ ബന്ധങ്ങളുടെയും വാത്സല്യത്തിന്റെയും പുണ്യമാണ്. വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുമായി കല്ലും മലയും ചവിട്ടി തത്വമസി എന്ന സങ്കല്പത്തിൽ അലിയുന്ന ഭക്തർ, ജാതിമതഭേദമന്യേ എല്ലാവർക്കും പ്രവേശനമുള്ള ശബരീശന്റെ പുണ്യപൂങ്കാവനം ബാവരിസ്വാമി എന്ന സങ്കല്പത്തിലൂടെ മതസൗഹാർദ്ദത്തിന്റെ വലിയൊരു സന്ദേശവും നൽകുന്നു ശബരിമല. ഓരോ ശരണം വിളികളും പുണ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ശബരീശന് മുന്നിൽ സഫലമാകട്ടെ.
സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമി ശരണം. എല്ലാവർക്കും അനുഗ്രഹപൂർണമായൊരു മണ്ഡലകാലം ആശംസിക്കുന്നു. താങ്ക് യു.